നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. LBSലെ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ വരുന്ന വേക്കൻസിയുടെ ഡീറ്റെയിൽസാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് ഇതിൻ്റെ അകത്ത് നോട്ടിഫിക്കേഷൻസ് പരിശോധിച്ച് നോക്കുമ്പോൾ ഓരോ കോളേജുകളുടെ പേര് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സ്, അതുപോലെ തന്നെ BSc നഴ്സിംഗ് കോഴ്സിൻ്റെ വേക്കൻസികൾ കാണാൻ പറ്റും. അതിൽ കോട്ട വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റ് കോട്ട, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി വൈസ് കോട്ട നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ 1 by 1 ആയിട്ട് ക്രോസ് ചെക്ക് ചെയ്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രകാരം കാർഡിയോ വാസ്കുലർ ടെക്നോളജി BCVT കോഴ്സിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 കോളേജുകളിലായിട്ട് 2 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയത്ത് ഒരെണ്ണവും, അതുപോലെ തന്നെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രത്ത് ഒരെണ്ണവും. അതിൻ്റെ അകത്ത് കോട്ടയം മെഡിക്കൽ കോളേജിൽ SC കാറ്റഗറി കോട്ടയ്ക്കാണ് വന്നിരിക്കുന്നത്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രത്താണെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള കോഴ്സുകൾ പരിശോധിക്കുമ്പോൾ അറിയാൻ സാധിക്കുന്നു. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് എല്ലാവരും നോക്കുന്നതും ആകാംക്ഷയോട് കൂടി നമുക്ക് നോക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ളത് BSc നഴ്സിംഗ് കോഴ്സിനാണ്. അതിന് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗവൺമെൻറ് കോളേജുകളുടെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും, എത്ര വേക്കൻസീസ് ഉണ്ട്, അതുപോലെ തന്നെ സിമെറ്റ് കോളേജിൽ എത്രയുണ്ട്, എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഓരോ കോളേജിലും കുറച്ച് വേക്കൻസീസാണ് ഉണ്ടാവുന്നത്. ആ കുറച്ച് വേക്കൻസി തന്നെ കമ്മ്യൂണിറ്റി വൈസായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. അതിൽ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് വേക്കൻസീസ് കൂടുതൽ വരുന്ന കോളേജുകളിൽ നമ്മൾ 1 by 1 ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഞാനൊരു കോളേജ് ഒരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അൽ ഷിഫ കോളേജ് തന്നെ നമുക്ക് ഒരു എക്സാമ്പിളായിട്ട്, അൽ ഷിഫ കോളേജ് പെരിന്തൽമണ്ണ നമുക്ക് എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് വേക്കൻസികളുടെ എണ്ണം നോക്കിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 വേക്കൻസീസ് വന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വേക്കൻസി വന്നിരിക്കുന്നത് MQ കാറ്റഗറിയാണ്. പിന്നെ അടുത്ത് DV, പിന്നെ ഒരു സ്റ്റേറ്റ് മെറിറ്റിൻ്റെ അകത്ത് 2 എണ്ണം. ഇതാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് കോളേജ് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് ഞാനത് ക്രോസ് ചെക്ക് ചെയ്ത് പറയാൻ സാധിക്കും. രുക്മിണി കോളേജ് ഓഫ് നഴ്സിംഗ് വെള്ളറട ട്രിവാൻഡ്രത്ത് നമുക്ക് വേക്കൻസികൾ പരിശോധിച്ച് നോക്കാം. അപ്പോൾ അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ സ്റ്റേറ്റ് മെറിറ്റ് കോട്ടയിലാണെന്നുണ്ടെങ്കിൽ 6 വേക്കൻസീസ് ഉണ്ട്. EZ ആണെങ്കിൽ 2, MU 2, അതുപോലെ തന്നെ SC കാറ്റഗറി 1, ST കാറ്റഗറി 1, അങ്ങനെയാണ് വേക്കൻസികൾ വരുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ അകത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസി ഇത്രയാണ്. അതിൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഇത്ര കൊടുത്തിട്ടുണ്ട്, സ്റ്റേറ്റ് മെറിറ്റിന് വേണ്ടി ഇത്ര കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഈ ഒരു വേക്കൻസി ചാർട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. സ്പോട്ട് അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ഡൗട്ടിനാണെങ്കിലും താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക്